ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ നീക്കങ്ങളും ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയ നടപടിയും ദശകങ്ങളായി മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന സ്ഥിരത തകർത്തിരിക്കുകയാണ്. ഇറാന്റെ തുറമുഖങ്ങൾ തടയാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം സ്ഥിതിഗതികൾ വഷളാക്കുമെന്ന് US-ന്റെ സഖ്യകക്ഷിയായ സൗദി അറേബ്യ ഭയപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം പിൻവലിക്കണമെന്നും ഇറാനുമായി ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും സൗദി അറേബ്യ ട്രംപ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് റിപ്പോർട്ട്. വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും തടയാൻ US തീരുമാനിച്ചത്. എന്നാൽ ഇതിന് പ്രതികാരമായി ചെങ്കടലിലെ പ്രധാന പാതയായ ബാബ് അൽ മന്ദബ് ഇറാൻ അടച്ചുപൂട്ടിയേക്കാമെന്ന് സൗദി അറേബ്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയുടെ എണ്ണ കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ പാതയാണിത്. ഇറാൻ തുറമുഖങ്ങൾ അടയ്ക്കാനുള്ള നീക്കം മറ്റ് പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇറാനിയൻ പ്രത്യാക്രമണങ്ങൾക്ക് വഴിവെക്കുമെന്ന് അറബ് ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നു. കഴിഞ്ഞ 6 ആഴ്ചയായി തുടരുന്ന യുദ്ധത്തിനിടയിൽ നിർണായകമായ ജലപാതകൾ അടച്ചുപൂട്ടാനും മേഖലയിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുമുള്ള തങ്ങളുടെ കഴിവും സന്നദ്ധതയും ഇറാൻ തെളിയിച്ചിട്ടുണ്ട്. ഇത് അയൽ രാജ്യങ്ങളുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളെ സങ്കീർണമാക്കുകയും രാജ്യങ്ങളുടെ ദീർഘകാല എണ്ണവാതക തന്ത്രങ്ങളെ അപകടത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. മേഖലയിലെ അപകട സാധ്യതകൾ വർദ്ധിക്കുന്നത് ആഗോള എണ്ണ വിപണിയെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം വെടിനിർത്തൽ കാലാവധി തീരുന്നതിന് മുമ്പ് US-ഉം ഇറാനും തമ്മിൽ വീണ്ടും ചർച്ചയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. ഇസ്ലാമാബാദിലെ ചർച്ച പരാജയപ്പെട്ടെങ്കിലും ഏപ്രിൽ 21-ന് വെടിനിർത്തൽ കാലാവധി തീരുന്നതിന് മുൻപ് വീണ്ടും ചർച്ച നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാൻ നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനീവയിലോ ഇസ്ലാമാബാദിലോ വ്യാഴാഴ്ച ചർച്ച നടത്താനാണ് ആലോചന. ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കം നടക്കുന്നതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പൂർണ്ണ പരാജയമാണെന്ന് പറയാനാകില്ലെന്നും ഇറാൻ ചില കാര്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. സ്റ്റീവ് വിറ്റ്കോഫ്, കുഷ്നർ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘത്തെയാണ് വാൻസ് നയിച്ചത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ആണ് ഇറാൻ സംഘത്തിന് നേതൃത്വം നൽകിയത്. ഇറാൻ അമേരിക്കയുടെ നിലപാടുകളോട് കുറച്ചുകൂടി അടുത്തുവെന്നും എന്നാൽ പൂർണ്ണമായ ഒരു കരാറിലെത്താൻ ആവശ്യമായ വിട്ടുവീഴ്ചകൾ അവർ ചെയ്തിട്ടില്ലെന്നും ഫോക്കസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. ഇനിയുള്ള നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ നടന്ന 21 മണിക്കൂർ നീണ്ട ചർച്ച കരാറിൽ എത്താതെ പിരിയുകയായിരുന്നു. ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കൽ, ഇറാന്റെ ആണവ പദ്ധതി, രാജ്യാന്തര ഉപരോധങ്ങൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളും ചർച്ചയിൽ ഉയർന്നു വന്നു. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി 20 വർഷത്തേക്ക് മരവിപ്പിക്കണമെന്ന അമേരിക്കയുടെ പിടിവാശിയിൽ ചർച്ച വഴിമുട്ടിയെന്നാണ് റിപ്പോർട്ട്. 5 വർഷം വരെ ആണവ പദ്ധതി ഒഴിവാക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്ന US-ന്റെ ആവശ്യവും ഇറാൻ അംഗീകരിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ മേഖലയിൽ വീണ്ടും യുദ്ധം കടുക്കുമെന്ന ആശങ്ക ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.